നമസ്കാരം, എല്ലാവർക്കും രശ്മി റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മീനില്ലാതെ മീൻകറിന്റെ രുചിയിൽ നല്ലൊരു കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മൂത്ത നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. ചെത്തി കളയരുതൊന്ന് പൊളിച്ച് കളഞ്ഞാൽ മതി. പൊളിച്ചെടുത്തിരിക്കുന്ന കായ അതിന്റെ കളറൊന്നും പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പച്ചവെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. ഇതേപോലെ ബാക്കിയുള്ള കായം കൂടി ഒന്ന് നന്നാക്കി എടുക്കാം. ഇനി ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതേപോലെ ഒരു കായന്റെ പകുതിനെ വീണ്ടും ഒന്ന് പകുതിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി 4-5 കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് തിരിച്ചു പിടിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. അരിഞ്ഞെടുക്കുന്ന കഷ്ണങ്ങളും വെള്ളത്തിലേക്ക് തന്നെ മുറിച്ചെടുക്കുക. അങ്ങനെയാകുമ്പോൾ കായന്റെ കളർ ഒട്ടും പോകാതെ തന്നെ നമുക്ക് കിട്ടിക്കോളും. നന്നാക്കി എടുത്തതിന് ശേഷം കായ ഒരു 350 ഗ്രാമോളം ഉണ്ടാകും. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. തേങ്ങ അരയ്ക്കുന്നത് വരെ ഇത് വെള്ളത്തിൽ തന്നെ ഇരിക്കട്ടെ. അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള നല്ല മുളക് പൊടിയും അതുപോലെ തന്നെ കറിക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടി, അതായത് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഈ പൊടികളൊക്കെ തേങ്ങേന്റെ കൂടെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു മയം ഉണ്ടാകും. തേങ്ങയുടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ വെള്ളത്തിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മൺചട്ടിയിൽ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കായ അരിഞ്ഞു വെച്ച സമയത്ത് തന്നെ 2 ചെറിയ കഷ്ണം കുടംപുളി ഒന്ന് 1/2 കപ്പ് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുക. 2 കഷ്ണം കൂടി ഒരു 10 ഗ്രാമിന്റെ ഒക്കെ അടുത്തേ വരുള്ളൂ. ഇനി ഈ പുളി വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കായ വേവാനുള്ളതും അതുപോലെ തന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ചാറിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ചാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2.25 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാനിവിടെ 3.5 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1/2 കപ്പ് വെള്ളത്തിൽ പുളി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ അരച്ചു. പിന്നെ ഒരു 2.25 കപ്പ് വെള്ളം കൂടെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. വേണ്ടവർക്ക് 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കാവുന്നതാണ്. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്നു നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. മൊത്തം ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ കായ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കറി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ കായം വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ കറിക്ക് ഉപ്പ് പാകമാണോന്ന് ഈ സമയത്ത് നോക്കാം. ആദ്യം നമ്മൾ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഉപ്പ് പാകമാണ്. ഇനി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താം. ഇനി ഇതിലേക്കൊന്ന് കടുക് വറുത്തും കൂടി ഇടണം. അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 3-4 ചെറിയ ഉള്ളി ഒന്ന് വട്ടത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഈ ഉള്ളി ഒന്ന് എണ്ണയിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴായിരിക്കും നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടുക. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് എല്ലാം ഒരേപോലെ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ അതിൻ്റെ ആവിയൊക്കെ പോകുന്നതിന് മുൻപായിട്ടൊന്ന് അടച്ചു വെക്കാം. അതിൻ്റെ ഫ്ലേവറൊക്കെ കറിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ആദ്യം ചേർത്തിരുന്ന കുടംപുളി എടുത്ത് കളഞ്ഞിട്ടില്ല. പുളി നോക്കിയിട്ട് കഷ്ണത്തിലേക്കൊക്കെ പുളി പിടിച്ചതിന് ശേഷം പുളി വേണമെങ്കിൽ എടുത്ത് കളയാം. ഇപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻകറീൻ്റെ നല്ല മണമുള്ള അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ചാറ് നിങ്ങൾക്ക് ഇതിലും ലൂസായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് ചൂടുവെള്ളം ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ മീൻ കഴിക്കാൻ പറ്റാത്ത സമയത്ത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറീൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണേ. അതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. നന്ദി.